നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ പറഞ്ഞല്ലോ, പാർട്ട്ണർഷിപ്പ് സ്ഥാപിക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ എഗ്രിമെന്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തായിരിക്കും? ആ ഡീഡിൽ എന്താ അവർ ഷെയർ ചെയ്യുക? ബിസിനസിന്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ബിസിനസിന്റെ ലോസോ അതിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിൽ നമുക്ക് കുറേ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെയിം ഓഫ് ദ ഫേം ഉണ്ടായിരിക്കണം, നാച്ചർ ഓഫ് ബിസിനസ് എന്താണ് ചെയ്യുന്നതെന്ന് കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ ബിസിനസ് ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, ദെൻ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്, സാലറീസ് ഓഫ് പാർട്ട്നേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ്, പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ, പ്രൊസീജിയർ ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇത്രയും കാര്യങ്ങളുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്ത്? ജോയിന്റ് ഹിന്ദു ഫാമിലി. ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. ജോയിന്റ് ഹിന്ദു ഫാമിലി, അതായത് JHF എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? It is a business, is a form of business organization run by Hindu undivided family where the family members of 3 successive generation owned the business jointly. അതായത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് എന്താ പറയുക, ഒരു 3 സക്സസീവ് ജനറേഷൻ. ഓക്കെ, 3 സക്സസീവ് ജനറേഷൻ്റെ തലമുറയായിട്ട് ഒരു ഹിന്ദു ഫാമിലി, അൺഡിവൈഡഡ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. അതായത് അതിലെ ഒരു മെയിൻ ആളാരായിരിക്കും? ആളെ പറയുന്ന പേരായിരിക്കും കർത്ത എന്ന് പറയും. ഓക്കെ, അതായത് ഈ ബിസിനസ്സിൻ്റെ മെയിൻ ആളാരാണോ അയാൾ പറയുന്ന പേരാണ് കർത്ത. ഓക്കെ, അയാളായിരിക്കും ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഫോർമേഷൻ എങ്ങനെയായിരിക്കാം വരിക? അറ്റ്ലീസ്റ്റ് 2 members in the family and the family should have some അസെൻഷ്യൽ പ്രോപ്പർട്ടി. അതായത് ഒരു ഫാമിലിയിലുള്ള 2 വ്യക്തികൾ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കണം? ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളായിരിക്കണം. ലീഗൽ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും? ജോയിൻ്റ്ലി ഓൺഡ് ബൈ ബിസിനസ്, ഇറ്റ് ഈസ് ഗവേൺഡ് ദ ഹിന്ദു സക്സഷൻ ആക്ട്. ഒരു ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമായിരിക്കും അവർ ആ ബിസിനസ്സിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഗൽ ഫോർമാലിറ്റി ഒരു ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമായിരിക്കണം അതിൻ്റെ ഒരു ലീഗൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കണം? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഔട്ട്സൈഡേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ബിക്കം ദ കോ പാർട്ട്നേഴ്സ്, ഓൺലി മെമ്പേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ മെമ്പേഴ്സ് പുറത്തുള്ള ആർക്കും വന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവരെ ഫാമിലിയിലുള്ള ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ഇതിൽ പാർട്ട്നേഴ്സ് ആവാനായിട്ട് പറ്റുള്ളൂ. പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയായിരിക്കും? ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ഓഫ്, അതായത് ഈക്വൽ ആയിരിക്കും. അതിലുള്ള ഫാമിലീസ് ആരൊക്കെ മെമ്പേഴ്സ് ആണോ അവർക്കൊക്കെ ഈക്വലി ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിങ് ഉണ്ടായിരിക്കുക. ദെൻ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു കർത്ത, മെയിൻ ആളാരാണ്? കർത്ത, അയാളെ പറയണതാണ് കർത്ത. ആ കർത്ത അയാളെ തലമുറകളായിരിക്കും ചിലപ്പോൾ ഫാമിലീനെ കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ അയാളുടെ മാനേജ്മെൻറ്റ് കൺട്രോളൊക്കെ ആരായിരിക്കും? കർത്തയായിരിക്കും ഉണ്ടാവുക. ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദെയർ ഷെയർ ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ ഷെയർ വെച്ചിട്ട് നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കാം? അതായത് ഒരു മരണം സംഭവിക്കുക അങ്ങനെയൊക്കെ വരുന്ന കേസിലാണെങ്കിൽ ഡസ് നോട്ട് അഫക്ട് ദ, നമ്മൾ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റിനെ ബാധിക്കുന്ന കാര്യമില്ല. കാരണം എന്താ? ഫാമിലി മെമ്പേഴ്സാണ്, ഫാമിലിയിലെ ബാക്കി ജനറേഷൻ, അതാ നമ്മൾ പറഞ്ഞു 3 സക്സസീവ് ജനറേഷൻ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അപ്പം അത് ബിസിനസ് അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതിന് എന്താ കണ്ടിന്യൂറ്റി ഉണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഷെയറിങ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ഈക്വൽ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുക എന്നുള്ളതൊരു മെറിറ്റാണ്. ഡിസിഷൻ മേക്കിങ്ങും പെട്ടെന്നായിരിക്കും. അതായത് ഫാമിലിയിൽ തന്നെയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ മോർ ഓഫ് കോൺഫ്ലിക്റ്റിന് സാധ്യത കുറവായിരിക്കും. പിന്നെന്താണ്? അവർക്ക് എന്താ ഡിസിഷൻസ് എടുക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഷെയറിങ്, അതേപോലെ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാൻ കഴിയും അവിടെ വെച്ചിട്ട്.
ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും, പക്ഷേ കർത്തേനെ സംബന്ധിച്ച് അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. ഇവരെല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളാണ് കർത്ത എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും, ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലേ. എല്ലാവരും ഒരു ഫാമിലിയിലുള്ളാവുന്ന സമയത്ത് നമുക്ക് ആ ഫാമിലി അതിൻ്റെ ഇമോഷൻ അതിൻ്റെ ഒരു സെൻസിലായിരിക്കും നമ്മളെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മോട്ടിവേഷൻ അതുപോലെ പൊതുവെ കുറവായിരിക്കാം, റിസോഴ്സസും കുറവായിരിക്കാം. ദെൻ സ്കോപ്പ് ഓഫ് മിസ്യൂസ് ഓഫ് പവർ അല്ലേ, പവേഴ്സ് നമ്മൾ ഒരാളെ പവറിനെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരിക്കാം. ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്, പക്ഷെ അവിടെ എന്താണ്, ഒരു വ്യക്തി അയാളുടെ ഇഷ്ടപ്രകാരം തന്നെ ഒന്നിച്ച് ഒരുപാട് വ്യക്തികൾ വോളണ്ടറിലി ഒരു സംരംഭം തുടങ്ങുന്നതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമായിരിക്കും. ഇത് സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 defines cooperative society a society which has its objectives for the promotion of economic interest of its members in the accordance with the cooperative principle. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവർ ഒരു കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം സ്ഥാപിക്കുന്ന ഒരു സംരംഭമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ അവരുടെ വോളണ്ടറി സ്വമേധയാ ഉള്ളൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. ഹു എന്ത് ചെയ്യാം? വർക്ക് ടുഗെദർ ടു പ്രൊമോട്ട് ദെയർ ഇക്കണോമിക് ഇൻട്രസ്റ്റ്. ഒരു ഇക്കോണമിയുടെ ഇൻട്രസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ ഒന്നിച്ച് വോളണ്ടറിലി ജോയിൻ ചെയ്ത് സ്ഥാപിക്കുന്ന ഒരു സംരംഭത്തിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വോളണ്ടറി അസോസിയേഷൻ ആയിരിക്കും. ദെൻ ഓപ്പൺ മെമ്പർഷിപ്പ്, ആർക്കും മെമ്പർ ആവാം. ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. എല്ലാ സ്വമേധയാ അവർക്ക് എന്ത് ചെയ്യാം? അതിൽ അസോസിയേറ്റ് ചെയ്യാം. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്തായിരിക്കും? മിനിമം 10 മെമ്പേഴ്സ് ആയിരിക്കും റിക്വയർഡ് ടു ഫോം എ സൊസൈറ്റി. ഓക്കെ, ഒരു സൊസൈറ്റി സ്ഥാപിക്കുന്ന സമയത്ത് മിനിമം 10 മെമ്പറെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ദെൻ എന്താണ്? ഇൻ ദ കേസ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി, ഒരു നോർമൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 10 ആയിരിക്കും. ഒരു മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഒരു 50 ആളെങ്കിലും മിനിമം വേണം എന്നാണ് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ആക്ട് 1912 പ്രകാരമായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കണം അതിൽ? സൊസൈറ്റി എൻജോയ്സ് പെർപെച്വൽ സബ്സെക്ഷൻ ആൻഡ് കോമൺ സീൽ ഉണ്ടായിരിക്കണം. എഗ്രിമെൻറ്റ്സ് വിത്ത് അതേഴ്സ് ഉണ്ടായിരിക്കണം. ദെൻ എന്താ? ഓൺ പ്രൊപ്പറൈറ്റേഴ്സ് ഇൻ ദ അയാളുടെ പേരിലായിരിക്കണം അത് തുടങ്ങുന്നത്. പിന്നെ സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതൊരു മെറിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോൺട്രിബ്യൂട്ടഡ്, അതിൽ ആരൊക്കെ മെമ്പേഴ്സ് ഉണ്ടോ അവരായിരിക്കും എന്ത് ചെയ്യുക? അതിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മെമ്പേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് വെരി ലിമിറ്റഡ് ആയിരിക്കാം. ഓക്കെ, ദെൻ എന്താണ്? ഡെമോക്രാറ്റിക് സെറ്റപ്പ്. സർവീസ് മോട്ടീവ് എന്തായിരിക്കണം? ഇക്കോണമിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇക്കോണമീൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓൾ കോപ്പറേറ്റീവ് ടു പ്രൊവൈഡ് പിന്നെന്താണ്? സർവീസ് ടു ദ മെമ്പേഴ്സ്. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതായിരിക്കും അവരെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവരെ സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എങ്ങനെയായിരിക്കണം? ഡിവിഡൻഡ് ടു ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അതായത് അവർ എത്രയാണോ ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് ഈക്വൽ ആയിട്ടായിരിക്കണം അതിൻ്റെ എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഷെയറിങ് ഉണ്ടായിരിക്കുക. അത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. ദെൻ മെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഈസി ടു ഫോം ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും, ഓപ്പൺ മെമ്പർഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? സ്റ്റേബിൾ ലൈഫ് ഉണ്ടായിരിക്കും. ടാക്സ് കൺസെഷൻ എന്തായിരിക്കും? ഒരു മെറിറ്റ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു ഓപ്പൺ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കലി ആയിരിക്കും അതിൻ്റെ ബിസിനസ്. കാരണം അതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സിൻ്റെ സർവീസ് ടു മെമ്പേഴ്സ് ആണ്. അപ്പോൾ അത്രയും എന്താണ് മെറിറ്റ്സ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോംസ് ഓഫ് ബിസിനസ്സിൽ. ഏതൊക്കെ ഫോംസ് ഓഫ് ബിസിനസ് ആണെന്നാണ് നമ്മൾ നോക്കിയത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി.
ഓക്കെ.